ഹലോ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എഗ് കബാബ്. മുട്ട ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് എഗ് കബാബ്. അതിനായി നമ്മൾ ആദ്യം ഒരു തേങ്ങയുടെ ഒരു മുറി ചിരകിയെടുത്തത്, ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞത്, 4 മുട്ട പുഴുങ്ങി 4ആക്കി മുറിച്ചത്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത്, ബ്രെഡ് പൊടിച്ചത്, ഒരു മുട്ട അടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില, 3 പച്ചമുളകും 5 ചെറുള്ളിയും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ ചിരകിയിടുക. അതിലേക്ക് പച്ചമുളകും ചെറിയ ഉള്ളിയും ഇട്ട് മല്ലിയിലയും ഇടുക. അതിലേക്ക് ഉപ്പ് ഇടുക, ചെറുനാരങ്ങ നീരും ഒഴിക്കുക. അതിനുശേഷം അത് വെള്ളം തൊടാതെ നല്ലതായി അരച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഈ അരച്ചെടുത്ത ചമ്മന്തി ഇടുക. അതിലേക്ക് പുഴുങ്ങി വെച്ച് ഉടച്ച ഉരുളക്കിഴങ്ങും ഇട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുക. ചമ്മന്തിയിൽ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായി കുഴച്ചെടുക്കണം. നമ്മുടെ മിക്സ്ചർ റെഡിയായി. ഇനി ഇതിൽ നിന്ന് ഓരോ ചമ്മന്തിയും ഒരു ഉരുള വീതം എടുത്ത് കൈവെള്ളയിൽ വെച്ച് പരത്തി ഒരു മുട്ടക്കഷ്ണം ഇട്ട് വെച്ച് മൂടി പൊതിഞ്ഞെടുക്കുക. ഉരുളകളാക്കി പൊതിഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാ ചമ്മന്തിയിലും നമ്മൾ ഓരോ കഷ്ണം മുട്ട വെച്ച് പൊതിഞ്ഞ് എടുത്ത് ഉരുളകളാക്കി വയ്ക്കുക. ഉരുളകളാക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ ആക്കി എടുക്കാം. അങ്ങനെ എല്ലാം ചമ്മന്തിയിലും ഈ മുട്ടകൾ പൊതിഞ്ഞ് എടുത്തു വയ്ക്കുക. അതിനുശേഷം ഓരോ ഉരുളകളും മുട്ടയിൽ മുക്കി ബ്രെഡ് കഷ്ണങ്ങളിൽ മുക്കി വയ്ക്കുക. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കബാബ് ഓരോന്നും എടുത്ത് മുട്ടയടിച്ചതിൽ മുക്കി ഈ ബ്രെഡ് കഷ്ണങ്ങളിൽ പൊതിഞ്ഞെടുത്ത് വയ്ക്കുക. അങ്ങനെ എല്ലാതും എടുത്ത് തയ്യാറാക്കി വയ്ക്കുക. വളരെ രുചികരമായ, വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ്. അങ്ങനെ ഓരോ ഉരുളകളും നമ്മൾ ഈ മുട്ടയിൽ മുക്കി ബ്രെഡ് കഷ്ണങ്ങളിൽ മുക്കി പൊതിഞ്ഞ് എടുത്തു വയ്ക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരു പാനിൽ എണ്ണയൊഴിച്ച് ചൂടാക്കുക. മീഡിയം ചൂടിൽ ചൂടാക്കണം. അതിനുശേഷം ഓരോന്നും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം മുരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ട് മറുഭാഗവും ബ്രൗൺ കളറാകുന്നത് വരെ മുരിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാ കബാബുകളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. വ്യത്യസ്തമായ ഒരു സ്നാക്കാണ്. ഇതിലെ ചമ്മന്തി ആണ് വളരെ സ്വാദിഷ്ടം. നമ്മൾ സാധാരണ മറ്റ് മസാലകൾ കൂടിയാണ് ഉണ്ടാക്കാറ്. ഇത് തേങ്ങയെ ചട്നിയുടെ ആ ടേസ്റ്റിൽ വളരെ സ്വാദിഷ്ടമായിരിക്കും. നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ കബാബുകളും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കുക. മീഡിയം ചൂടിലായിരിക്കണം ഫ്രൈ
ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.